ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായിട്ടും കേട്ട് കഴിഞ്ഞാൽ 2026 നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാം, അതും വെറും ഒരു വീഡിയോ കൊണ്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു ക്രൈറ്റീരിയ പ്രകാരം ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്, അതായത് ആഡ്സെൻസ് റവന്യൂ ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് മിനിമം 1000 സബ്സ്ക്രൈബേഴ്സും 4000 പബ്ലിക് വാച്ച് അവേഴ്സും ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു മാസം കൊണ്ടൊക്കെ നമുക്ക് പരിചയമുള്ളവരെയും നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും മാക്സിമം എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ നിങ്ങളിപ്പോൾ സ്മോൾ ക്രിയേറ്റേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്ത് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയും ആക്കിയെടുക്കും. ഇപ്പോൾ എൻ്റെ ചാനലിൽ തന്നെയാണെങ്കിലും എനിക്കും 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു 4000 വാച്ച് അവേഴ്സ് കിട്ടാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. മിക്ക ക്രിയേറ്റേഴ്സ് ഇപ്പോൾ വളരെ വൈറലായിട്ട് നിൽക്കുന്ന ക്രിയേറ്റേഴ്സ് പോലും തുടക്കത്തിൽ അവരുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടത് ഈ ഒരു വാച്ച് അവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4000 ഹവേഴ്സ് വാച്ച് അവേഴ്സ് ഉണ്ടാക്കാനാണ് നമുക്ക് ഏറ്റവും ഡിഫിക്കൾട്ട്. അപ്പോൾ അതിനായിട്ടുള്ളൊരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ചെയ്യുന്നു, നമ്മുടെ വീഡിയോസിന് ഒരു 100, 200 അല്ലെങ്കിൽ മാക്സിമം ഒരു 500 അല്ലെങ്കിൽ ഒരു 1000 വ്യൂസ് വരെയൊക്കെ പോകുന്നുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മൾ ഇപ്പോൾ ഷോർട്സ് ആണ് ഇടുന്നതെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ്സിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഡാഷ്ബോർഡിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ആവറേജ് വ്യൂ ടൈം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ 10 സെക്കൻഡ് 20 സെക്കൻഡ് 25 സെക്കൻഡ്. ഇത് എനിക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് വ്യൂസ് വരുന്നത്. അപ്പോൾ ഹവേഴ്സ് നമുക്ക് വളരെ കുറവ്, അതായത് ഇപ്പോൾ ഒരു ദിവസത്തെ വീഡിയോയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് 1 hour 2 hour ഒക്കെയാണ് നമുക്ക് കയറുന്നതെങ്കിൽ 4000 വാച്ച് അവേഴ്സ് നമുക്ക് ഒരു 1 ഇയറിൽ ഉണ്ടാക്കാമെന്നുള്ള 4000 വാച്ച് അവേഴ്സ് നമുക്ക് 1 ഇയറിൽ ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട് വളരെ ക്രിയേറ്റീവായിട്ട് ഒരു വീഡിയോ, ഒരു 10 മിനിറ്റ്സ് ഉള്ള ഒരു ലോങ് വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു 10 മിനിറ്റ്സ് ഉള്ളൊരു ലോങ് വീഡിയോ നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിൻ്റെ ഐഡിയ ഒക്കെ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ആ ഒരു വീഡിയോയ്ക്കുള്ള കണ്ടൻറ്റ് നിങ്ങൾ അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങൾ 10 മിനിറ്റ്സ് ഉള്ളൊരു വീഡിയോ, അത് നല്ല ഹൂക്കൊക്കെ കൊടുത്തിട്ട്, അതായത് നമ്മൾ ഹൂക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് 10 സെക്കൻഡ്സ് ആണ്, അല്ലെങ്കിൽ 5 സെക്കൻഡ്സ്. ആ ഒരു 5 സെക്കൻഡ്സ് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ബാക്കി കാണാൻ നമുക്ക് തോന്നണം. അതാണ് ഹൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഹൂക്ക് കൊടുത്തിട്ടൊരു വീഡിയോ നിങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു 10 മിനിറ്റ്സിൻ്റെ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് അതിന് 50,000, അതായത് 50K വ്യൂസെങ്കിലും നമുക്ക് കിട്ടണം. ഈ ഒരു 50K വ്യൂസിൽ ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ആവറേജ് 5 മിനിറ്റ്സ് ആണ് കണ്ടുള്ളെങ്കിൽ പോലും, അതായത് 10 മിനിറ്റ്സ് വീഡിയോ ആണ് പക്ഷേ പകുതി വരെ കണ്ടിട്ടുള്ളെങ്കിൽ പോലും നമുക്ക് 4000 എബോവ് ഹവേഴ്സ് നമുക്ക് കിട്ടും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 10 മിനിറ്റ് വീഡിയോ, അതിനുള്ള ഐഡിയ നിങ്ങൾ വളരെ ക്രിയേറ്റീവായിട്ട്, എന്തെങ്കിലും ഒരു വീഡിയോ അല്ല, വളരെ ക്രിയേറ്റീവായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വീഡിയോയിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് നിങ്ങൾ നല്ലൊരു കണ്ടൻറ്റ് കണ്ടെത്തുക, നല്ല രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്യുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, നല്ലൊരു ഹൂക്ക് കൊടുക്കുക, സ്റ്റാർട്ട് ചെയ്യുക, അത് മാക്സിമം ഷെയർ ചെയ്യുക. എങ്ങനെയെങ്കിലും ഓർഗാനിക്കലിയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു 50,000 വ്യൂസ് അതിന് കൊണ്ടുവരാം. 50,000 വ്യൂസ് ഒരു 10 മിനിറ്റ് വീഡിയോ, അതും മുഴുവൻ കണ്ടിട്ടല്ല, ഒരു ആവറേജ് 5 മിനിറ്റ്സ് അത് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ഈ വീഡിയോ ഈ ഒരു പറഞ്ഞ 50,000 വ്യൂസ് ക്രോസ് ചെയ്യുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഇത് 5 മിനിറ്റ്സ് കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 3000 ഹവേഴ്സെങ്കിലും അതിൽ നിന്ന് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതിലല്ല, നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ആളുകൾക്ക് കാണാൻ ഇഷ്ടമുണ്ടോ, അത് ആളുകൾ കാണുന്നുണ്ടോ, കൺസിസ്റ്റൻ്റായിട്ട് അതിൽ നിൽക്കുന്നുണ്ടോ, ലൈക്ക് ചെയ്യുന്നുണ്ടോ, ഷെയർ ചെയ്യുന്നുണ്ടോ, സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ടോ, ഇതൊക്കെയാണ് കാര്യം. അപ്പോൾ എല്ലാവരും പറയും യൂട്യൂബിൽ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടണം, അപ്പോഴാണ് റീച്ച് വരിക. അങ്ങനെയല്ല. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഡെയിലി വീഡിയോ ഇടുന്നവർ, അവർക്ക് 500 സബ്സ്ക്രൈബർ പോലും ആവാൻ പറ്റുന്നില്ല, 20, 30, 50 അങ്ങനെയൊക്കെയാണ് വ്യൂസ് വരുന്നത്. ഇപ്പോൾ ചറപറ വീഡിയോസ് ഇട്ടിട്ടൊന്നും കാര്യമില്ല, നമ്മൾ വീഡിയോസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ആ വീഡിയോ
നമ്മുടെ എന്താ പറയുക, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് അത് കണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിൽ വളരെ എൻഗേജിങ് ആയിട്ടും എൻ്റർടൈനിങ് ആയിട്ടും വേണം നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട്. ഇനി ഈ പറഞ്ഞ 1000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ കിട്ടാം എന്നുള്ളത്, നമ്മൾ മാക്സിമം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നമുക്കറിയുന്നവർ എല്ലാവരും, ഇപ്പോൾ ഈ തുടക്കത്തിൽ 1000 സബ്സ്ക്രൈബർ നമുക്ക് ഓർഗാനിക്കലി തന്നെ വരണം എന്നൊന്നുമില്ല. അത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെയിലും അങ്ങനെ വരുന്നതല്ല. അല്ലെങ്കിൽ പിന്നെ ആ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അത്രയ്ക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ് ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ വല്ല ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അത് നമ്മുടെ വ്യൂവേഴ്സിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്യുന്ന, അതായത് ഇപ്പോൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിപ്പിച്ച് കൊടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യൂവേഴ്സിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആകുമ്പോൾ അതിലൊക്കെ ഓർഗാനിക്കലി സബ്സ്ക്രൈബേഴ്സ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ എൻ്റർടൈനിങ് വീഡിയോസൊക്കെ ചെയ്യുന്നവരുടെ കേസിൽ നമ്മൾ തുടക്കത്തിലുള്ള 1000 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ എങ്ങനെയെങ്കിലും എക്സ്റ്റേണലി, അതായത് എക്സ്റ്റേണൽ സോഴ്സ്, നമ്മുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അങ്ങനെയുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ വീഡിയോയിലെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പീപ്പിൾസ് അതിന് എന്താ പറയുക, അത് കണ്ടിരിക്കുക, അത് സ്കിപ്പ് ചെയ്ത് പോവാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ എന്താ പറയുക ചെയ്യേണ്ട സ്ട്രാറ്റജി. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ സ്മോൾ ക്രിയേറ്റേഴ്സ് കമൻറ്റ് ചെയ്യാൻ ഞാനും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ 2026 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കണ്ടൻറ് ക്രിയേഷൻ. സോ ആരും ഈ ഒരു ചാൻസ് മിസ് ചെയ്യാതിരിക്കുക. ഞാൻ ഈ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്നിട്ട് ഇത് നിങ്ങൾക്ക് വർക്കായി കഴിയുമ്പോൾ നിങ്ങൾ വന്ന് എന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ ഐ വിൽ ബി ഗ്രേറ്റ്ഫുൾ ദറ്റ് മൈ ഇൻഫർമേഷൻ വാസ് ഹെൽപ്ഫുൾ ടു യു. സോ താങ്ക് യു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.